എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ യോഗ. ഇതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഡെവലപ്പാവും, ലൈംഗിക ശേഷി ഇമ്പ്രൂവ് ആകും, കായകൽപ്പ റിസൾട്ടും ഉണ്ടാകും. ഇങ്ങനെ പല ബെനിഫിറ്റും ഉണ്ട്. ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പവർ കൂടും. ജ്ഞാനേന്ദ്രിയങ്ങളുടെ പവർ കൂടുമ്പോഴാണ് അവർക്ക് ലോങ് ലൈഫ്. ജ്ഞാനേന്ദ്രിയങ്ങളെ പവറെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ ലോങ് ലൈഫ്. ക്ലാസ്സിൽ വെച്ച് തന്നെ റിസൾട്ട് വരുന്നതും തലയ്ക്ക് എനർജി കയറുന്നതും കണ്ണ് കാതിനൊക്കെ ഒരു റിഫ്രഷിങ് എഫക്റ്റും എല്ലാം വരുന്നത് ഈ യോഗയിലാണ്. ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ആവും. അവിടെ ഓരോരുത്തർക്ക് ഉള്ള ടാലൻസ്, അവിടെ എന്തൊക്കെ ടാലൻസ് അവർക്ക് പുറത്ത് വരാതിരിക്കുന്ന അത് വരും. മെമ്മറി പവർ ഇൻക്രീസ് ആകും. അതുപോലെ നിങ്ങൾക്ക് കണ്ണ് കാഴ്ച തിരുമന്ത്രം എന്നുള്ള ഗ്രന്ഥത്തിൽ ഉള്ള യോഗയാണ്. ഇത് മറ്റ് യോഗശാസ്ത്രങ്ങളിൽ ഇല്ല. ഇത് ശിവയോഗത്തിലുള്ള ഒരു യോഗയാണ്. ഇതിൻ്റെ പർപ്പസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മുടെ എനർജി, അതായത് ഒരു സീമൻ എനർജി, അത് നമുക്ക് ഒരു പ്രായം കഴിയുന്ന ശേഷം അത് വേസ്റ്റായി പോകുന്നു. അത് വേസ്റ്റായി പോകാതെ അതിൽ ഉള്ള കോസ്മിക് എനർജി, അതിലുള്ള സ്പിരിച്വൽ എനർജിയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തലയ്ക്ക് ബ്രെയിനിനെ തിരിച്ചയക്കുന്ന യോഗയാണ് ഈ അമുരി ധാരണ എന്ന് പറയുന്ന എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ യോഗ. ഈ എനർജിയെ, ലിക്വിഡ് എനർജീസ് ട്രാൻസ്മ്യൂട്ട് ചെയ്ത് അതിനെ ഒരു തിരിച്ച് തലയിൽ അതിനെ അപ്ലൈ ചെയ്യുന്ന ഒരു യോഗയാണ് ഇത്. ഇതുകൊണ്ട് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഉണ്ടാകും. ഇതിനെ തിരുമന്ത്രം എന്ന ഗ്രന്ഥത്തിൽ അമുരിധാരണ എന്നുള്ള സെക്ഷനിൽ ഇതിരിക്കുകയാണ്. ഇത് അതിൻ്റെ ടൈം 845 അതിൽ 5-6 പാട്ടിൽ ഇത് പറയാണ്. ഉടലിൽ കിടந்த ഉറുതി കുടിനീർ കടലിൽ ചെറുകിണർ ഏറ്റം ഇട്ടാൽ ഒക്കും ഉടലിൽ ഒരു വഴി ഒൻறுக்கு ഇറക്കിൽ നടലൈപ്പെടാതെ ഉയർ നാടലും ആമേ. ഈ പാട്ടിൽ പറയുന്നത് ഇതിനെ യൂണിവേഴ്സൽ എനർജി, കടലിൻ്റെ അടുത്ത് നമ്മളൊരു കിണർ തോണ്ടിയാൽ വെള്ളം അതിൽ ഊറും. അത് ഏത് വെള്ളം? ആ വാട്ടർ ലെവൽ, കടൽ ലെവലിലുള്ള വെള്ളമാണ് ഇതിൽ ഊറുന്നത്. അപ്പോൾ അതൊരു ഇൻഡിവിജ്വൽ എനർജി. യൂണിവേഴ്സൽ എനർജി തന്നെ ഇൻഡിവിജ്വലിൽ ഇരിക്കുകയാണ്. ഈ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കിണറ്റിൻ്റെ അകത്ത് വെള്ളം കിടക്കുകയാണ്, ഒരു 60 അടി ലെവലിൽ ആഴത്തിൽ കിടക്കുകയാണ്. അങ്ങനെ കിടന്നാൽ പോരാ, അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ ഗ്രൗണ്ട് ലെവലിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇപ്പോൾ മോട്ടറൊക്കെ വെച്ച് കൊണ്ടുവരുന്നു. പഴയകാലത്ത് ഇറവ. അപ്പോൾ ഇറവ എന്നുള്ളത് യൂസ് ചെയ്ത വെള്ളത്തെ പുറത്ത് കൊണ്ടുവന്നാൽ കൃഷി ചെയ്യാൻ பயன்படுത്താം. അതാണ്. ഇതേമാതിരി നമുക്ക് വേസ്റ്റാവുന്ന സ്വാധിഷ്ഠാനത്തിലാണ് ഗുണാഡ് സെൻറ്റർ ഇരിക്കുന്നത്. സീമൻ എനർജി സ്റ്റോറായിരിക്കുന്നത് ഗുണാഡ് സെൻറ്റേഴ്സ്, സ്വാധിഷ്ഠാനം. അവിടെ ആ ലെവലിൽ താഴ്ന്നു കിടക്കുന്ന ഈ എനർജിയെ, അതിലുള്ള സ്പിരിച്വൽ പോർഷനെ നമ്മൾ മുകളിലോട്ട് കയറ്റി കൊണ്ടുവന്ന് അത് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, കണ്ണ് കാത് മൂക്ക് എല്ലാത്തിനും ഒരു എനർജി ലെവൽ കിട്ടും. ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, മെമ്മറി പവറൊക്കെ ഡെവലപ്പാവും. അതാണ് ഈ യോഗയുടെ പർപ്പസ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് നമുക്ക് ഉദാഹരണമായിട്ട് ഇത് നമ്മുടെ ദേഹത്ത് 3 സർക്യൂട്ട് ഇരിക്കുകയാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം, അതൊരു സ്ട്രോങ് സർക്യൂട്ട്. ഇതിലാണ് നമുക്ക് യോഗയും കുണ്ടലിനി റൈസിങ്ങും എല്ലാം ഇതാണ്. അത് മോസ്റ്റ് പവർഫുൾ നെർവസ് സിസ്റ്റം ഇൻ ദി ബോഡി. അതിൻ്റെ അടുത്തത് അതിനവിടെ കുറച്ച് പവർ കുറവ്, അത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നുള്ളത്. അടുത്തത് ഒരു കെമിക്കൽ സിസ്റ്റം നമ്മുടെ ദേഹത്ത് എനർജി സർക്യൂട്ടും ഉണ്ട്. അതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റം. അത് എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റം കെമിക്കൽ എനർജി എന്ന് പറയാൻ കാരണം, ഇത് കെമിക്കൽ സിഗ്നൽസാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെമിക്കൽ സിസ്റ്റത്തിലുള്ള എനർജിയെ ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വഴിയായിട്ട് കൊണ്ടുവന്ന് സ്വാധിഷ്ഠാനം കൊണ്ട് ലിങ്കായി അതിൽ നിന്ന് മൂലാധാരത്ത് കൊണ്ടുപോകുമ്പോഴാണ് കുണ്ടലിനി റൈസ് ആവുന്നത്. അപ്പോൾ ഈ എനർജിയെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പോസിറ്റീവ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന യോഗയാണ് ഈ എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ യോഗ. അതായത് നിങ്ങൾക്ക് ഇതിൽ അമുരി ധാരണ എന്ന് പറയുന്നുണ്ട്. ഈ യോഗ തിരുമൂലയുടെ ശിഷ്യന്മാർ ഈ കാളങ്കിനാഥ് ബോഹറൊക്കെ അവർ വഴിയായിട്ട് ചൈനയിലും എത്തി. അവിടെ ഈ യോഗയുടെ ഒരു കറപ്റ്റ് ഫാം, ഇതിലിരിക്കുന്ന ഒരു 60% നോളജുള്ള ഒരു എനർജി ഫാം അവിടെയും ഈ യോഗ ഉണ്ട്. പക്ഷേ അത് ഇന്ത്യയിലാണ് ഫാം, തമിഴ്നാട്ടിലാണ്.
അത് തമിഴിലുള്ള ഇത് ശിവ ആഗമ ഗ്രന്ഥമായ തിരുമന്ത്രൻ്റെ എന്ന ബുക്കാണ് ഇത് ഉള്ളത്. മറ്റുള്ള ഇപ്പോൾ പതഞ്ജലി യോഗ, സൂത്ര, കടയോഗ എല്ലാവർക്കും അറിയാം. ഇത് തമിഴിലായതുകൊണ്ട് തമിഴിൽ മറ്റ് ലാംഗ്വേജുകാർക്ക് ഇത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിൻ്റെ യോഗം ഇത് കൊണ്ടുവന്ന് ഇതിൻ്റെ ബെനിഫിറ്റ് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ചെയ്യുന്നത്, അതിന് ചില ആസനങ്ങൾ ഉണ്ട്, ചില ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്, ചില ഇതിൽ ഹോൾസ് ബ്രീത്തിങ്, എലിഫൻറ്റ് പോസ്, ഇങ്ങനെ വ്യത്യാസമായിട്ടുള്ള ആസന പൊസിഷനുകളുണ്ട്. അതിൽ ചില ഇത് തോലങ്കുല ആസനം, ഇങ്ങനെ എനർജിയെ ട്രാൻസ്മ്യൂട്ട് നമ്മൾ ഈ കർണാട് സെൻറ്റർ സ്വാധിഷ്ഠാന ഏരിയയിലുള്ള എനർജിയെ അങ്ങനെ നമുക്ക് അത് തലയിൽ എങ്ങനെ ട്രാൻസ്മ്യൂട്ടായി പോകുന്നത് അറിയാം. അങ്ങനെ അറിയത്തക്ക രീതിയിലുള്ള പ്രാക്ടിക്കൽ ഇതൊക്കെ ചെയ്ത് ക്ലാസ്സിൽ വെച്ച് തന്നെ റിസൾട്ട് വരുന്നതും തലയ്ക്ക് എനർജി കയറുന്നതും കണ്ണ് കാതിനൊക്കെ ഒരു റിഫ്രഷിങ് എഫക്റ്റും ഇതെല്ലാം വരുന്നത് ഈ യോഗയിലാണ്. യോഗത്തിൽ വേറെ എവിടെയും ഇല്ല. ഇത് തിരുമന്ത്രത്തിലുള്ള അമുരിധാരണ, അത് പാട്ട് 845 6 ടൈംസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനെ ഒരു പ്രാക്ടിക്കൽ ആക്കിയാണ് ഞാൻ ഇത് മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ക്ലാസ് ആണെങ്കിലും അത് ഒരു ദിവസത്തിൽ എടുക്കാം. മറ്റേ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഡെയിലി 1 മണിക്കൂർ വീതം 10 ദിവസത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ യോഗ നമ്മുടെ എനർജി, നമ്മുടെ സ്റ്റോക്ക് എനർജി, നമ്മുടെ യൂണിവേഴ്സൽ എനർജി, കോസ്മിക് എനർജി, അതായത് നമ്മുടെ ദേഹത്ത് ബയോ കറണ്ട് ഉണ്ട്. നമ്മൾ ഇതുവഴിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോസ്മിക് കറണ്ട്. ആ കോസ്മിക് കറണ്ട് ഇങ്ങനെ നമ്മുടെ ആധാരങ്ങൾ വഴി സുഷുമ്ന നാഡി, ബ്രഹ്മനാഡി വഴിയായിട്ട് അത് നമ്മൾ ബ്രെയിനിന് കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ആവും. അവിടെ ഓരോരുത്തർക്ക് ഉള്ള ടാലൻസ്, അവിടെ എന്തൊക്കെ ടാലൻസ് അവർക്ക് പുറത്ത് വരാതിരിക്കുന്നോ അത് വരും. മെമ്മറി പവർ ഇൻക്രീസ് ആകും. അതുപോലെ നിങ്ങൾക്ക് കണ്ണ് കാഴ്ച, ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പവർ കൂടും. ജ്ഞാനേന്ദ്രിയങ്ങളുടെ പവർ കൂടുമ്പോഴാണ് അവർക്ക് ലോങ് ലൈഫ്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ പവർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ ലോങ് ലൈഫ് ഉണ്ടാവും. രണ്ടാമത് എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റത്തെ നമ്മൾ ഇതിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൽ എല്ലാ ഗ്ലാൻഡും നല്ല രീതിയിൽ അതായത് സെൽഫ് ഹീലിംഗ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് കുണ്ടലിനി റൈസിങ് എഫക്റ്റും, അതാണ് ഫൈനൽ. ആ കുണ്ടലിനി റൈസിങ് എഫക്റ്റാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതും ഇതിൽ കൂടെ സാധിക്കും. ഇങ്ങനെ ഒരു യോഗ, എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ യോഗ അങ്ങ് കേൾക്കാൻ ഇതായിട്ടിരിക്കുന്നു. ഇത് ശിവ ആഗമങ്ങളിലുണ്ട്. ഇത് ഞാൻ കുറച്ചു കാലമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നു. ഇതിനെ ഋഷികേശിലും പോയി പല ക്യാമ്പുകളൊക്കെ നടത്തി ഞാനിത് പ്രോപ്പഗേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ ഞാൻ വരുമ്പോൾ ഡയറക്റ്റ് ക്ലാസ് ഇല്ലെങ്കിൽ ഓൺലൈനിലും പഠിച്ചുകൊള്ളാം. ഇതിനാവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. അതിൽ കോൺടാക്റ്റ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള സംശയങ്ങൾ എന്തെങ്കിലും വെച്ചാൽ അത് ക്ലിയർ ചെയ്ത് ഇത് ഇപ്പോൾ ഉള്ള ക്രിയേറ്റീവ് എനർജി ഡെവലപ്മെൻറ്റ്, ക്രിയേറ്റീവ് എനർജി എങ്ങനെ നമ്മുടെ എനർജിയെ വേസ്റ്റാകാതെ അത് എങ്ങനെ ക്രിയേറ്റീവ് ഇൻ്റലിജൻസായിട്ട് അത് നമ്മൾ കൊണ്ടുപോകുന്നു, അതിനെ ഏത് ചാനൽ വഴി കൊണ്ടുപോകുന്നു, ഏത് നാഡി വഴി കൊണ്ടുപോകുന്നു, ആ നാഡിയെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അതിന് ഇതായിട്ടുള്ള ആസനം എന്തോന്നാണ്, അതിനുള്ള ബന്ധാസ്, അതിലുള്ള മുദ്ര, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് ഇതിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ ജീവിതത്തിൽ നല്ലൊരു സക്സസ് ഉണ്ടാകും. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.